KCV ന്യൂസിൻ്റെ മണ്ഡലരേഖയിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒറ്റപ്പാലത്തിൻ്റെ NDA സ്ഥാനാർത്ഥിയായ മേജർ രവിയാണ്. നീണ്ട 30 വർഷത്തിനടുത്ത് സൈനിക സേവനത്തിന് ശേഷം പൊതുസേവനത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഒറ്റപ്പാലത്തിൻ്റെ രവി. അദ്ദേഹത്തിൻ്റെ വികസന കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. ഒരു 3 പതിറ്റാണ്ട് കാലത്ത് സൈനിക സേവനത്തിന് ശേഷം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി ഇപ്പോൾ ഒറ്റപ്പാലം എന്ന് പറയുന്ന ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിലേക്ക് കൊല്ലവനാടിൻ്റെ ഒരു പ്രതിനിധിയായി നിയമസഭയിലേക്ക് നടന്നു കയറാൻ വേണ്ടി രവിയേട്ടൻ എത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് രവിയേട്ടൻ്റെ വികസന സ്വപ്നങ്ങൾ? എൻ്റെ വികസന സ്വപ്നങ്ങളെന്ന് പറയുന്നത് ഈ വള്ളുവനാട് എനിക്ക് ഒത്തിരി നാട് തന്നെയാണ്. പിന്നെ ഞാൻ എവിടെയും അഭിമാനത്തിൽ പറയുന്നൊരു കാര്യമാണ്, ഞങ്ങൾ വള്ളുവനാട്ടുകാരാണ്. കാരണം വെച്ചാൽ അതിൻ്റെ ഒരു സംസ്കാരം പൂരത്തിന്, വേലകളിൽ, കൂട്ടായ്മകളിൽ, സൗഹൃദത്തിൻ്റെ ഇതെല്ലാം ചേർന്നിട്ടാണ് ഈ ഒറ്റപ്പാലം സെൻട്രൽ. ഞാൻ പട്ടാമ്പിക്കാരാണ്. ഈ ഭാരതത്തിൽ എല്ലാം ഒരു ഭയങ്കര നോസ്റ്റാൾജിക് ഫീലിംഗാണ് എനിക്ക്. അപ്പം ഇവിടെ വന്നിട്ട് ആദ്യം മനസ്സിലാക്കാൻ സാധിച്ചത് വെള്ളത്തിൻ്റെ പ്രശ്നമാണ്. അത് ഈ വേനൽക്കാലം വരുമ്പോഴാണ്. ഈ മഴക്കാലത്ത് വരുന്ന വെള്ളത്തിന് സംഭരിക്കുന്നില്ല ശരിക്കും, അങ്ങനെ തന്നെ പോവുകയാണ്. വാട്ടർ മാനേജ്മെൻറ്റ് നടത്തില്ല. അത് വാട്ടർ മാനേജ്മെൻറ്റ് ഡെഫിനറ്റായിട്ടും ഭാരതപ്പുഴയിൽ കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട്, പ്ലസ് നിങ്ങൾ കാണുന്ന കനാലുകൾ മുഴുവൻ കാട് പിടിച്ചു. ഒരു കനാലിലും അവിടുന്ന് തുറന്നു വിടുന്ന 1 ലക്ഷം ആണെങ്കിലും അല്ലെങ്കിൽ 1 ലക്ഷം ഗാലനാണെങ്കിലും ശരി, അത് എത്തേണ്ടടുത്ത് 5,000 ആയിട്ടാണ് എത്തുന്നത്. കാരണം ഈ കാടുകൾ ബ്യൂട്ടിഫിക്കേഷൻ, അതിൽ നിന്ന് സൗന്ദര്യം വരാനുണ്ട്. സിനിമക്കാർ പിന്നെ ഇങ്ങോട്ട് വരും. ഇപ്പം എന്തുകൊണ്ടെന്ന് കാരണം മണലുണ്ടായിരുന്ന പുഴകൾ പോയി, വെള്ളമില്ലാത്തടത്ത് പുല്ല് മുളച്ച് നിൽക്കുകയാണ്. ആ വള്ളുവനാടിൻ്റെ ഒരു ഭംഗി ശാലീനമായിട്ടുള്ള വെള്ളമാണ്. അതിനെ തിരിച്ചു പിന്നെ ഒരു വെള്ളത്തിൽ ടൂറിസം നിങ്ങൾക്ക് ഒറ്റപ്പാലത്ത് സാർ എന്ത് ടൂറിസമാണ് കൊണ്ടുവരുന്നത്? കുറേ ചരിത്രമുറങ്ങുന്ന വീടുകൾ, അമ്പലങ്ങൾ. അത് പറഞ്ഞപ്പോഴാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് നമ്മളുടെ മഹാകവി കുഞ്ചൻ നമ്പ്യാരുടെ ഒരു സ്മാരകം അത് നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഞങ്ങൾ തന്നെ നിരവധി തവണ വാർത്ത കൊടുത്തിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ അത് സംരക്ഷിക്കാനായിട്ട് ഒരു വിഷയമുണ്ട്. സ്മാരകമല്ല ഇതിനകത്ത് വരുന്നതാണ്. അപ്പോൾ അതിനകത്ത് വന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് റെയിൽവേ സ്റ്റേഷൻ വികസിക്കും, ഭാരതപ്പുഴ വികസിക്കും. ഇതിന് 5 കൊല്ലം മതിയൊന്നുള്ള പോലും എനിക്ക് സംശയമാണ്. പക്ഷേ 2 കൊല്ലത്തിനകത്ത് നമുക്ക് ഇത് ചെയ്ത് തീർക്കാൻ തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ തയ്യാറാക്കാൻ പറ്റും. അതുപോലെ തന്നെ രവിയേട്ടൻ്റെ വളരെ പ്രശസ്തമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കേട്ടു. കാരണം ഞാൻ MLA ഓണറേറിയം വാങ്ങുന്നില്ല, വാങ്ങിക്കുകയാണെങ്കിൽ തന്നെ എൻ്റെ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് ഞാനത് മാറ്റിവെക്കാം, പ്രത്യേകിച്ച് കുടിവെള്ളത്തിൽ. അങ്ങനെ ഒരു കാരണം തോന്നാനുള്ള. ഞാനത് കുടിവെള്ളം എന്നല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞിട്ടില്ല എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു 5-7 പഞ്ചായത്തിൻ്റെയും ആളുകളെ ഓരോ പ്രതിനിധികളെ വെച്ചിട്ട് ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ട് എൻ്റെ ശമ്പളം ഞാൻ അതിലേക്ക് കൊടുക്കും. അത് വർഷാവസാനം ആവുന്ന സമയത്ത് ഈ 7 പേരും തീരുമാനിച്ചിട്ട് ഏറ്റവും പാവപ്പെട്ട നിർദ്ധനായിട്ടുള്ള 1-2 കുട്ടികളുടെ പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കാനാണ് ഞാൻ. അങ്ങനെയാണ്. അതായത് നമ്മളുടെ സോഷ്യലാണ് അതിന് കിട്ടുന്ന നമ്മളുടെ വരുമാനം എന്താണെങ്കിലും അത് മണ്ഡലത്തിൽ തന്നെ ചെലവാക്കാനാണ് തീരുമാനം. വളരെ നല്ലൊരു തീരുമാനമാണ്. എന്തായാലും ഒറ്റപ്പാലത്ത് നിന്നും NDAയുടെ MLA ആയി രവിയേട്ടനെത്തട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ വിജയാശംസകളും. വേറെ എന്തെങ്കിലും നമ്മുടെ പ്രേക്ഷകരോട് പ്രത്യേകിച്ച് ഒന്നുമില്ല, എല്ലാവരും വോട്ട് ചെയ്ത് ജയിപ്പിക്കാൻ റിക്വസ്റ്റ് ചെയ്യാൻ എനിക്ക് വോട്ട് ചെയ്യുള്ളൂ. പക്ഷെ ജയിച്ചാൽ എനിക്ക് പണിയുമാണ്, നിങ്ങൾക്ക് സമാധാനമായിരിക്കും. അതൊന്ന് മാത്രം മനസ്സിലാക്കുള്ളൂ. കാരണം ഞാൻ അങ്ങനെ ഹാർഡ് വർക്കിംഗ് ആയി മറ്റുള്ളവർക്ക് വേണ്ടി വർക്ക് ചെയ്യുക എന്നുള്ളത് അതെൻ്റെ മനസ്സിലും പ്രകൃതിയിലും എല്ലാം ഉള്ളതാണ്. അത് ഞാൻ ചെയ്തിരിക്കുന്നത്. അതിൽ ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല. ഞാൻ ജയിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചോദിക്കില്ല നീ ഏതാ പാർട്ടിയാണ്, നീ ഒറ്റപ്പാലം കോൺസ്റ്റിറ്റ്യുവൻസി ആണോ, യെസ് ബാ, എന്താ പ്രശ്നം. ഇതായിരിക്കും എൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും നല്ലൊരു ഒറ്റപ്പാലത്തേക്ക് എത്തിപ്പിടിക്കാൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തരും എന്നെ സഹായിച്ചാൽ നമുക്ക് ഈ ഒറ്റപ്പാലം എന്നുള്ളത് വേറൊരു ലെവലിൽ കൊണ്ടുവരാൻ പറ്റും. അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് ഇവിടെ, ഞാൻ കൊണ്ടുവരാൻ സാധിക്കും. താങ്ക് യു സോ മച്ച്. ഒറ്റപ്പാലം മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി മേജർ രവിയാണ് തൻ്റെ വികസന സ്വപ്നങ്ങൾ ഇപ്പോൾ KCVയോടൊപ്പം പങ്കുവച്ചത്. അടുത്ത ദിവസം മറ്റൊരു സ്ഥാനാർത്ഥിയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.